ഈ ക്വസ്റ്റ്യൻ ആദ്യം റീഡ് ചെയ്യണം നന്നായിട്ട്. ഇതില് സുധീഷ് ആൻഡ് മനീഷ് ഇവര് പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഇവരുടെ ലാഭം വീതിക്കുന്ന റേഷ്യോ 3:2 ആണ്. ഇവരുടെ 31 ഡിസംബർ 2018 ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ബാലൻസ് ഷീറ്റ്. ഇത് ക്ലോസ് ചെയ്യാൻ പോവാണ്. ദ ഫേം വാസ് ഡിസോൾവ്ഡ് ആസ് അണ്ടർ 31/12/2018. ഈ ഒരു ഡേറ്റിൽ ഈ ഫേം ക്ലോസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഫേം ക്ലോസ് ചെയ്യുമ്പം ഒരു 3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ്സ് റിയലൈസ് ചെയ്തിട്ട് 7,000 കിട്ടി എന്ന് പറഞ്ഞാൽ 7,000 രൂപയ്ക്ക് സ്ഥിരാസ്തികൾ വിറ്റഴിച്ചു. ഫിക്സഡ് അസറ്റ്സ് അവർ വിറ്റപ്പോൾ അവർക്ക് 7,000 റുപ്പീസ് കിട്ടി. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസസ് 2,000 രൂപ വന്നിട്ടുണ്ട്. അത് ഫേം തന്നെയാണ് കൊടുക്കുക. ഈ 2,000 രൂപ റിയലൈസേഷൻ എക്സ്പെൻസ് ഫേം തന്നെയാണ് മീറ്റ് ചെയ്യുക. പിന്നെ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുൾ. ക്രെഡിറ്റേഴ്സ് മുഴുവനായി കൊടുത്തു തീർത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. അപ്പൊ ആദ്യം നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഡിസൊല്യൂഷന്റെ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ജേർണൽ എൻട്രി അസറ്റ് സൈഡിലേക്ക് പോവാം. അവിടെ ക്യാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ അസറ്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്താണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്? ക്വസ്റ്റിൽ അത് ചെയ്യാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യണം. ക്യാഷ് ഒഴികെ, ക്യാഷ് അറ്റ് ബാങ്കും ക്യാഷ് ഇൻ ഹാൻഡും. ഈ ക്വസ്റ്റിൽ ഇപ്പൊ ക്യാഷ് എന്നാണത്. അതുകൊണ്ട് അതൊഴികെ ബാക്കി എല്ലാ അസറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിന്റെ ജേർണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇൻവെന്ററീസ് അക്കൗണ്ട് ടു സൺട്രി ഡെപ്റ്റേഴ്സ് ടു ഫിക്സഡ് അസറ്റ്സ്. അപ്പൊ അത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. എങ്ങനെ? ഇൻവെന്ററീസ്, പിന്നെ സൺട്രി ഡെപ്റ്റേഴ്സ്, പിന്നെ ഫിക്സഡ് അസറ്റ്സ്. എന്നിട്ട് അതിന്റെ എമൗണ്ട് എഴുതാം. എങ്ങനെയാണ് എമൗണ്ട് എഴുതേണ്ടത്? നമുക്ക് എത്രയാണോ അതിലുള്ള വെച്ചാൽ സെയിം എമൗണ്ട് എഴുതാം. 50,000 ട്രാൻസ്ഫർ ചെയ്തു, 8,900 ട്രാൻസ്ഫർ ചെയ്തു, 30,000 ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ അസറ്റ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഇതേപോലെ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യണം. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റി സൈഡിലേക്ക് പോവാം. ക്യാപിറ്റല് ഒഴികെയുള്ള ലയബിലിറ്റീസ്. ഇതിൽ ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. നമുക്ക് റിസർവ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല. കാരണം പൂട്ടുന്ന സമയത്ത് റിസർവ് നമ്മൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അത് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഒരൊറ്റ ലയബിലിറ്റീസ് മാത്രമേ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൂ. അത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഇപ്പൊ 2 സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. എല്ലാ അസറ്റ്സും റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എല്ലാ ലയബിലിറ്റീസും ക്രെഡിറ്റ് സൈഡിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് അതാണ് ഫിക്സഡ് അസറ്റ്സ് റിയലൈസ്ഡ് ഓഫ് റുപ്പീസ് 7,000. ഫിക്സഡ് അസറ്റ്സ് 7,000 രൂപയ്ക്ക് വിറ്റഴിച്ചു. അപ്പൊ അസറ്റ് വിൽക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിയലൈസേഷൻ ആണ്. അസറ്റ് വിൽക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു റിയലൈസേഷൻ ആണ്. അപ്പൊ നമ്മൾ റിയലൈസേഷന്റെ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എന്നിട്ട് എത്ര രൂപയ്ക്കാണ് മൊത്തം വിറ്റത്? 7,000 രൂപയ്ക്ക്. അപ്പം 7,000 രൂപ എന്ന് എഴുതിയാൽ ഓരോ അസറ്റിന്റെയും വില എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എങ്ങനെ വേണമെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അസറ്റ് സോൾഡ് എന്ന് എഴുതാം. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് 2,000 രൂപ. ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് 2,000 രൂപ ബിസിനസ് കൊടുത്തു എന്നാണ്. പ്രത്യേകിച്ച് ആരും കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ബിസിനസ് കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പൊ അത് അവിടെ എഴുതുക. ബാങ്ക് അക്കൗണ്ട്, അതിന്റെ ജേർണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ബാങ്ക് അക്കൗണ്ട് ആണ്. റിയലൈസേഷൻ എക്സ്പെൻസസ് പെയ്ഡ്. എന്നിട്ട് അതിന്റെ ജേർണൽ എൻട്രി എഴുതാം. അതിന്റെ ജേർണൽ എൻട്രി എഴുതി പാസ് ചെയ്യുക. വിത്ത് എമൗണ്ട് 2,000 എഴുതി. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആണ്. ഇനി ക്രെഡിറ്റേഴ്സ് മുഴുവൻ പേ ചെയ്തു എന്നുള്ളത് ജേർണൽ കാണുന്നത്. ക്രെഡിറ്റേഴ്സ് എല്ലാം പേ ചെയ്തു. എത്രയാണ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്? ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സ് 10,500 ആണ്. അപ്പൊ അതെല്ലാം കൊടുത്തു തീർത്തു എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പം ക്രെഡിറ്റേഴ്സ് പെയ്ഡ് അതെത്രയാണ്? എത്രയാ ക്രെഡിറ്റേഴ്സ് എമൗണ്ട് ക്വസ്റ്റ്യൻ ഉള്ളത്? 10,500. അപ്പൊ അത്രയും കൊടുത്തു എന്നാണ് അർത്ഥം. 10,500 കൊടുത്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജേർണൽ എൻട്രിയിൽ എഴുതാനുള്ളത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി നോക്കുക. അസറ്റ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തു, ലയബിലിറ്റീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ എന്താണ്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിക്സഡ് അസറ്റ്സ് വിറ്റതിന്റെ ജേർണൽ എൻട്രി എഴുതി, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തതിന്റെ ജേർണൽ എഴുതി, ക്രെഡിറ്റേഴ്സ് എല്ലാം കൊടുത്തതിന്റെ ജേർണൽ എൻട്രി എഴുതി. ഇനി ഏതെങ്കിലും ഐറ്റംസ് നമുക്ക് അവിടെ കൊടുക്കാനുണ്ടോ? അപ്പം വിറ്റഴിക്കൂ എന്ന് പറഞ്ഞപ്പം ഫിക്സഡ് അസറ്റ്സ് എല്ലാം വിറ്റഴിച്ചു അല്ലെ, അത് എഴുതി. ഇനി പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. അപ്പൊ 2 സൈഡും കൂട്ടി നോക്കാം. ഈ സൈഡിൽ എത്രയാണ് വരുന്നത്, ഈ സൈഡിൽ എത്രയാണ് വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് സൈഡിലാണ്?
ഡെബിറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലെ, 57,500. ഇവിടെയാണെങ്കിലോ ഇവിടെ അത്രയും ഇല്ല, ഇവിടെ കുറവാണ് എമൗണ്ട്. ഇവിടെ 17,500 അപ്പൊ ഇവിടെ 57,500 തന്നെ വരണം, കാരണം ടോട്ടൽ എപ്പോഴും സെയിം ആണല്ലോ. എന്നിട്ട് ഇതിന്റെ ബാലൻസ് കണ്ടുപിടിക്കാം. ബാലൻസ് എത്രയായിരിക്കും? ഏത് സൈഡിലാണ് കൂടുതൽ വെച്ചാൽ ആ സൈഡിന്റെ ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് എടുക്കാം. ഓക്കെ.